ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ ഫുഡ് സോണിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരുവും മാങ്ങയും ഉണക്ക ചെമ്മീനും കൂടെ ഇട്ട് തേങ്ങ അരച്ചൊരു കറിയാണ്. ഇത് വളരെ നാട്ടിൻപുറത്ത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കറിയാണ്. വളരെ രുചിയുള്ളൊരു കറിയാണ്. ഈ സീസണായിട്ട് ഇപ്പോൾ ചക്കക്കുരു കിട്ടുന്ന സമയമാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു നല്ല പുളിയുള്ള മാങ്ങ 1, 10-20 ചക്കക്കുരു, 2 പച്ചമുളക്, അതുപോലെ ഒരു 50 ഗ്രാമോളം ഉണക്കച്ചെമ്മീൻ, അതിൻ്റെ തലയെല്ലാം നുള്ളിക്കളഞ്ഞത്, പിന്നെ ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, 7 വെളുത്തുള്ളിയുടെ അല്ലി, അതുപോലെ തന്നെ ചുവന്നുള്ളി 4-5 ചുവന്നുള്ളി, അല്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ളി ജീരകം, പിന്നെ വേണ്ടത് നമ്മൾ കടുക് താളിക്കാനായിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 2 വറ്റൽമുളക് അത് നടുവെ മുറിച്ചതും, കുറച്ച് കരിവേപ്പിലയും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ഈ ചക്കക്കുരു ഇതുപോലെ ഒന്ന് ഒരുക്കിയെടുക്കണം. ചക്കക്കുരു നല്ലപോലെ ഒരുക്കിയെടുത്തിട്ട് തൊലി കളഞ്ഞ് ഒരുക്കിയെടുക്കുക. അതിനുശേഷം നടുവെ കീറി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു, പച്ചമുളക് കീറി, അതുപോലെ തന്നെ ചക്കക്കുരു 10-25 ചക്കക്കുരു ആയിരുന്നത് നല്ലപോലെ ഒരുക്കി അത് നടുവെ കീറിയിട്ടുണ്ട്. ഇത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഇതെല്ലാം ചേർത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് പ്രാരംഭമായിട്ട് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതുപോലെ നമ്മുടെ പാൻ അടുപ്പ് വെച്ചിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ചെമ്മീൻ തലഞ്ഞുള്ളിക്കളഞ്ഞ ചെമ്മീനാണ്, ഉണക്ക ചെമ്മീനാണ്. അത് നല്ലപോലെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം, ചൂടാക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെമ്മീൻ ഏറെക്കുറെ ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തേച്ച് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ചെമ്മീൻ നമ്മൾ വറുത്ത് കോരി വെച്ച ശേഷം ഒരു ചെറിയ കുക്കർ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ചക്കക്കുരു ഇട്ട് കൊടുക്കുക. അതുപോലെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. ആ കൂടെ നമ്മളുടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതുകൂടി ഇടുക. നമ്മളിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ചക്കക്കുരുവിനൊക്കെ നല്ല വേവുള്ളത്, അതാണ് കുക്കറിനകത്ത് വെച്ചിരിക്കുന്നത്. ചട്ടിക്കകത്ത് വെച്ചാൽ ഒരുപാട് സമയമെടുക്കും. ഒരു 300 മില്ലി വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ വെള്ളം ഒഴിച്ചിരിക്കുന്നു. ഇനി ആവശ്യമായ ഉപ്പ് അതുകൂടി ഇട്ട് കൊടുക്കുക. ഉപ്പുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് നമ്മൾ വേകാൻ വെക്കണം. ഇതിലേക്ക് നമ്മളൊരു കുറച്ച് കരിവേപ്പിലയും കൂടി തൂളി കൊടുത്തു. ഇനി അത് വേകാനായിട്ട് മൂടി വെച്ച് വേവിക്കുക. മിക്സിയുടെ ബൗളിലേക്ക് നമുക്ക് അരപ്പിന് ആവശ്യമായുള്ള സാധനങ്ങളിടാം. ആദ്യമേ നമ്മൾ ചുവന്നുള്ളി, അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം, വെളുത്തുള്ളിയുടെ അല്ലി, അതുപോലെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ അതെല്ലാം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് അരയ്ക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കുക. ഒരുപാട് വെള്ളം വേണ്ട. 1 ഗ്ലാസ് വെള്ളത്തിനടുത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അത്രയും വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുന്ന ചക്കക്കുരു മാങ്ങ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ അരപ്പ് ചേർക്കണം. ഏറെക്കുറെ 5 വിസിലോളമായി. നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ വെച്ചിരുന്ന ചക്കക്കുരു മാങ്ങ എല്ലാം കൂടെ കുക്കറിനകത്ത് നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് പൊടിയുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പിലേക്കൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു
2 ടേബിൾ സ്പൂണോളം എണ്ണ അതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, ഉള്ളി, അതുപോലെ കരിയാപ്പില ഇതെല്ലാം കൂടെ കടുക് പൊട്ടിയതിന് ശേഷം അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം കൂടെ കടുക് പൊട്ടി മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചേക്കണം. അല്പം വെള്ളം കൂടെ ഒഴിച്ച് നമ്മുടെ ജാറ് കഴുകി അതുകൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു, മാങ്ങ എല്ലാം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ ഉപ്പിൻ്റെ ഭാഗമൊക്കെ നോക്കി വേണമെന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് ഒഴിച്ച് കൊടുക്കണം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. വീണ്ടും പുതിയൊരു വിഭവമായി കാണും വരെയും എല്ലാവർക്കും സ്നേഹത്തോടെ വിടാം.